പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഹിന്ദുത്വത്തെ അപമാനിക്കുന്നതും അത് മറച്ചു വയ്ക്കുന്നതിനും എതിരെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രമുഖ മോഡലിംഗ് അവരുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിലെ പേര് സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ മോഡലിൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായുള്ള നിള നമ്പ്യാരാണ്. നിള നമ്പ്യാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ലൈംഗിക ദാരിദ്ര്യമെല്ലാം അനുഭവിക്കുന്ന ഒരു സമൂഹമാണല്ലോ കേരളത്തിലുള്ളവർ. അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നിള നമ്പ്യാർ നടത്തുന്നത്. അവർ സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ശരീര പ്രദർശനം നടത്തുകയും അത്തരം വീഡിയോകൾ ചിത്രീകരിക്കുക, അതുപോലുള്ള ചിത്രങ്ങൾ പകർത്തുക, അങ്ങനെ സജീവമാണ്. അവർ തന്നെ ഇടക്കാലത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ ആർക്കാണ് കുഴപ്പം? അതെൻ്റെ ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ട് ഇല്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അതിനുശേഷമാണ് എല്ലാവരും തേടിയത് ഈ നിള നമ്പ്യാർ ആരാണ്. കാരണം നിള നമ്പ്യാർ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞതാണ്. ചില ദൃശ്യങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ആവേശത്തോടെ അത് കാണുകയും ഇതാരാണെന്ന് തിരക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവർ മലബാറിലുള്ള ഒരു സ്വദേശിയാണ്, അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന പേരിലും രംഗത്ത് വരുന്നത്. അവരുടെ യഥാർത്ഥ പേര് ആസിയ നവാസാണ്. പിന്നീട് ഈ ആസിയ നവാസ് എങ്ങനെയാണ് നിള നമ്പ്യാർ ആകുന്നതെന്ന് സംശയം വരുമില്ല. കാരണം ഇതെങ്ങനെ പെട്ടെന്നൊരു മാറ്റമുണ്ടായെന്ന സംശയം വന്നപ്പോഴാണ് ഇവർ ഇത്തരത്തിൽ മതം മാറിയതായും താൻ കൃഷ്ണഭക്തയാണെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. സാറിനെല്ലാം അറിയായിരിക്കും, പണ്ടൊരു കൃഷ്ണ ഭക്ത ഉണ്ടായിരുന്നു, അത് ജസ്ന സലീം. അങ്ങനെ ഒരു നമ്മുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചിത്രങ്ങളെല്ലാം വരച്ച് ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി നിൽക്കുക, അതോടൊപ്പം തന്നെ പ്രമുഖരോടൊപ്പം നിന്ന് ചിത്രമെടുക്കുക, അവർക്ക് ചിത്രങ്ങൾ സമ്മാനിക്കുക. ആ വലയിൽ ലാസ്റ്റ് സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രമുഖരും വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവർ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം ശ്രീകൃഷ്ണനെ ചിത്രം വരയ്ക്കുന്നു, കൃഷ്ണഭക്തയാണ് എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രചരണം അവർ സ്വയം ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് അവർക്ക് പിന്തുണ ലഭിച്ചത്. ആ പിന്തുണയെല്ലാം അവസാനം ആ സമൂഹം തന്നെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അന്ന് ഇവർ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്നും പല ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഒരു സ്ത്രീയാണെന്നും അറിഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിൽ ആ സമൂഹം തന്നെ, ഹിന്ദുക്കൾ തന്നെ ഈ സ്ത്രീയെ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ദിവസം അറിയാമല്ലോ, ഈ ക്ഷേത്രത്തിന് മുന്നിൽ കേക്ക് മുറിക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും തമാശ ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഏതോ ഒരു സ്ത്രീ വന്ന് ഒരു കമന്റ് ഇട്ടു. അപ്പൊ ഈ കമന്റിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് എവിടെയാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഗുണ്ടായിസ രീതിയിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ ഇതേ എന്നെ മോശമായി ചിത്രീകരിക്കുമോ എന്ന രീതിയിലുള്ള കമന്റുകളുമായി വരുന്ന ഈ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് സമാനമായി തന്നെയാണ് ഇപ്പോൾ നിള നമ്പ്യാരുടെ പ്രവർത്തനവുമായി അവരും മുന്നോട്ട് പോകുന്നത്. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് സ്വന്തം അങ്ങനെ പേര് ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമമായിരിക്കും ഇതിൻ്റെ ഈ ഇത്തരത്തിൽ നാം കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ചർച്ചയായിരിക്കുന്നത് ഈ സ്ത്രീ ഇപ്പോൾ പുതിയൊരു ഷോർട്ട് ഫിലിമുമായി ഇറങ്ങിയിരിക്കുകയാണ്. പണ്ട് ഈ ഫോട്ടോഷൂട്ടാണെങ്കിൽ ഇപ്പോൾ അവർ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു വെബ് സീരീസ്, അഡൽട്ട് വെബ് സീരീസുമായാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ലോ കോട്ടേജ് എന്ന രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനുമുണ്ട്, അലൻസിയർ. അലൻസിയറിനെ അറിയാമല്ലോ, അദ്ദേഹം അന്ന് ഈ റോഡിലൂടെ എല്ലാം അട്ടഹാസം കാണിക്കുകയും തെരുവ് നാടകം കാണിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ പുരോഗമന നടനായി അറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും അർഹിച്ചതാണ്. അത്തരം സീനുകൾ അഭിനയിക്കാൻ അദ്ദേഹം വലിയ അർഹനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും എൻ്റെ കാര്യമല്ല, ആ രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും നിള നമ്പ്യാരും അനിൽ നമ്പ്യാരും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ്. പക്ഷേ ആ കേസ് അത് അത്ര കാര്യമായിട്ട് നിൽക്കുമോ? കാര്യം അത് ഒരാളുടെ പേര് അയാൾക്ക് പേര് മറച്ചു വയ്ക്കുന്നതിന് എന്താണ് അതിനകത്ത് വേറൊരു പേര് സ്വീകരിക്കുന്നതിൽ? അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമല്ല. അല്ല, അത് ആ സമൂഹത്തിൽ തന്നെ. കാരണം ഇവർക്കൊരു മതമുണ്ടല്ലോ, ആ മതത്തിൽ നിന്ന് അവർക്ക് പ്രവർത്തിക്കാമല്ലോ. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ ഷൂട്ട് നടത്തിയപ്പോൾ, ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ സാറ് വന്ന് തിരയുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ ആ മതത്തിൽ നിന്നും ഇവരെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇവർ ഈ മതം സ്വീകരിച്ചത്. ഈ മതം സ്വീകരിക്കുമ്പോഴും എങ്ങനെയാണ് നിള നമ്പ്യാരാകുന്നത് ഇവർ?
അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ആ പശ്ചാത്തലത്തിലാണ് അതോടൊപ്പം തന്നെ ഈ അനിൽ നമ്പ്യാറിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനിൽ നമ്പ്യാറിനെതിരെയുള്ള ഒരു ട്രോൾ രീതിയിലുള്ള ഇടതുപക്ഷക്കാരും അതോടൊപ്പം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ട്രോൾ മഴയായിരുന്നു. ഈ നിള നമ്പ്യാർ അനിൽ നമ്പ്യാരുടെ ആരായിരുന്നു, സഹോദരിയാണോ അതോ ബന്ധുവാണോ എന്ന രീതിയിലുള്ള വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ആ രീതിയിലെല്ലാം വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അനിൽ നമ്പ്യാർ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: വെബ് സീരീസ് എടുക്കുന്നതൊക്കെ കൊള്ളാം, അത് ആർക്ക് വേണമെങ്കിലും സാർ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യമുണ്ട്. കാരണം പണ്ട് നമ്മുടെ ശബരിമലയിലേക്ക് എത്തിയ രഹന ഫാത്തിമ ഉണ്ടല്ലോ, അവർ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശരീരം കാണിച്ചും ആ രീതിയിലുള്ള ചിത്രങ്ങളുമെല്ലാമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ആരും വിമർശിക്കാൻ പോകുന്നില്ല. രഹന ഫാത്തിമയായി തന്നെയാണ് ചിത്രങ്ങൾ പകർത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഒരാളുണ്ടായിരുന്നല്ലോ, രേഷ്മ നായരോ അങ്ങനെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരും ആ രീതിയിൽ അന്ന് ചുമ്മന സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ രീതിയിലുള്ള അവരും ആ രീതിയിൽ തന്നെ അത്തരം ആ രീതിയിലേക്ക് വരുന്നതാണ് ഈ നിള നമ്പ്യാരും. അതിനുശേഷം അദ്ദേഹം ഈ അനിൽ നമ്പ്യാർ ഇങ്ങനെ പറയുകയാണ്: അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, വെബ് സീരീസ് എടുക്കുന്നതെല്ലാം കൊള്ളാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ സ്വന്തം പേരിലാകണം ഈ കോട്ടേജ് കെട്ടിപ്പൊക്കൽ. ലോ കോട്ടേജ് ആസിയ സംവിധാനം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആസിയ എന്ന സംവിധായകയുടെ പേര് വെച്ച് അതേ ഈ സ്ത്രീയുടെ ഒറിജിനൽ പേര് വെച്ച് തന്നെ സംവിധാനം ചെയ്താൽ പോരെ. അല്ലാതെ നിള നമ്പ്യാർ അപ്പോൾ എല്ലാവരും കരുതും ഇനി ഒരു ഹിന്ദു മതത്തെ, ഒന്നാമത് ഹിന്ദു മതത്തെ വരുന്നവരും പോകുന്നവരും വിമർശിക്കുന്ന ഒരു രീതിയുണ്ട്. ഇനി ഈ സ്ത്രീയും കൂടി ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ നിള നമ്പ്യാർ ഇത്തരം ഒരു സിനിമ ഷൂട്ട് നടത്തുന്നു, അതിനെതിരെ ഹിന്ദുക്കളാണ് ഇതിന് പിന്നിലെന്ന വിമർശനം ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുകയാണ്: മറ്റു ഡെക്കറേഷനുകളൊന്നും വേണ്ട, ഈ തോന്നിവാസത്തിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്, നമുക്ക് കോടതിയിൽ കാണാം. എന്നാലും സാറ് ചോദിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ഇത് കോടതിയിൽ നിലനിൽക്കുമോ എന്നറിയില്ല. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഈ കമലാദാസ് മാധവിക്കുട്ടിയെ പേര് മാറ്റിയില്ലേ, കമലാ സുരയ്യ, മതം മാറി. മാധവിക്കുട്ടിയെ അടക്കിയത് തന്നെ എവിടെയാണ്? നമ്മുടെ പാളയത്ത് മുസ്ലിം ദേവാലയത്തിൻ്റെ അവിടെ ഖബറടക്കിയിരിക്കുകയാണ്. അപ്പം മതം മാറുക, പേര് മാറുക എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ കേസ് എത്ര നിൽക്കുമെന്നുള്ളതാണ്. അല്ല, എന്നാലും ഇവർ മതം മാറിയതിന് തെളിവുകൾ രേഖപ്പെടുത്തിയാലല്ലേ കോടതിയോ അത് അംഗീകരിക്കൂ. അത്തരം രേഖകൾ ഇവരിൽ ഉണ്ടോ എന്നതും നിയമപരമായിട്ടുള്ള അതിനകത്ത് ഗസറ്റ് വിജ്ഞാപനം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലാതെ 2 ഫോട്ടോഷൂട്ട് നടത്തിയെന്ന് പറഞ്ഞ് എന്റെ മതത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ഉദ്ദേശിച്ച് ഒരു പേരിലേക്ക് മാറുകയും അത് ഒരു സമുദായത്തെ അതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ചയും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ നമ്പ്യാർ സമുദായമുണ്ടല്ലോ, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് നമ്പ്യാർ സമുദായം. അവർ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. അപ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആങ്കർ ചോദിക്കും എന്തുകൊണ്ടാണ് മതം മാറിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃഷ്ണഭക്തിയാണ്, അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ കൃഷ്ണനിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഈ മതം മാറ്റം ഉണ്ടായി. ആ രീതിയിലാണ്. പിന്നീട് അടുത്ത ചോദ്യം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്ന് ചോദിക്കില്ല. അത് നമ്പ്യാർ എന്ന് പറയുമ്പോൾ ഒരു ജാതിപ്പേരാണല്ലോ, ആ ജാതിപ്പേര് സ്വീകരിച്ചത് ചോദിക്കുമ്പോഴും പറയുന്നത് അതെൻ്റെ ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ ഇഷ്ടം കൊണ്ട് എല്ലാവർക്കും എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് പോവുകയാണോ, അതിനെയാണ് എന്തായാലും അനിൽ നമ്പ്യാർ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരം തെറ്റായ പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ചിത്രങ്ങളും കുറയ്ക്കേണ്ട ഒരു ആവശ്യകതകളുണ്ട്. ഈ വലിയ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പേരുകളുണ്ട്. രേഷ്മയായാലും രശ്മി ആയാലും രഹന ഫാത്തിമയായാലും നിള നമ്പ്യാരുമായാലും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ തെറ്റായ ഒരു പ്രവണതയാണ് ഉണ്ടാക്കുന്നത്. അവർ ഈ ഇമേജ് വെച്ച് വലിയ രീതിയിൽ ആൾക്കാരെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം ഇവരാണ് ഒരു ഇടതുപക്ഷത്തിന്റെ ലൈനിലേക്ക് പോകുന്നത്. കേരളത്തിൽ യുവതലമുറ എങ്ങനെ ചിന്തിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാം, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു സമൂഹത്തെ തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നാം 2 ദിവസം മുമ്പ് വെഞ്ഞാറമൂട് കണ്ടതാണ്. വലിയ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുകയും ഒരു കടിഞ്ഞാണില്ലാതെ കുട്ടികളെ വളർത്തുകയും ചെയ്താലുള്ള അങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് ഇത്തരം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് പിടികൂടുന്നതോടൊപ്പം തന്നെ ഇത്തരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നവരെയും ഈ പോലീസ് കൂട്ടാൻ ശ്രമിക്കുക തന്നെ വേണം.